Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദി ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്. ഇവിടെ മൂന്ന് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1 - 7s by s - 3 into s - 1 into s + 2. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ log s - a by s - b. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ e raised to -3s by s - 1 whole cube. ഈ മൂന്ന് ഫംഗ്ഷന്റെയും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. ഡിസംബർ 2019 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 2015 സ്കീമിന്റെ സ്റ്റുഡൻസിനോട് ചോദിച്ചു. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നാമത്തെ പ്രോബ്ലം ആദ്യത്തെ വീഡിയോയിൽ ചെയ്യും. ഫസ്റ്റ് വീഡിയോയിൽ ഒന്നാമത്തെ പ്രോബ്ലം ചെയ്യാം. 1 - 7s divided by s - 3 into s - 1 into s. ആദ്യത്തെ പ്രോബ്ലം നമുക്ക് ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇതിനെ പല പാർട്ടായിട്ട് തിരിക്കണം. പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ഉപയോഗിക്കണം. പാർഷ്യൽ ഫ്രാക്ഷൻ അതിനെന്ത് ചെയ്യാം? This is equal to a by s - 3 plus b by s - 1 plus c by s + 2. ഇതിനെ മൂന്നായിട്ട് തിരിച്ചു. ഈ മെത്തേഡിന്റെ പേര് എന്താണ്? മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ. ഇനി നമുക്ക് ഈ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. We have to find out the values of a, b and c. a, ബിയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡിനോമിനേറ്റർ കൊണ്ട് നമ്മൾ മൊത്തം ഗുണിക്കുക. അങ്ങനെ ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1 - 7s. ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡിനോമിനേറ്റർ എന്താണ്? 1 - 7s by s - 3 into s - 1 into s + 2 എന്ന് പറയുന്നതിന്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് s - 3 into s - 1 into s + 2. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഗുണിച്ച് കഴിയുമ്പോൾ ഇവിടെ പിന്നെ ബാക്കി എന്തുണ്ട്? 1 - 7s. ഇവിടെ എന്തുണ്ട് നോക്കിയേ? a into s - 3 അവിടെ പോയിട്ട് ബാക്കി എന്തുണ്ടാവും? s - 1 into s + 2 plus b into ഇവിടെ s - 1 പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? s - 3 into s + 2. ഇവിടെ c into ഇവിടെ s + 2 പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? s - 3 into s - 6. അപ്പോ ഇതിന്റെ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത് എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1 - 7s a into s - 1 into s + 2. s - 3 ഇവിടുന്ന് കട്ടായി പോകും. ഇവിടെ s - 1 കട്ടായി പോകും. s - 3 into s + 2. മൂന്നാമത്തെ ആര് കട്ടായി പോകും? s + 2 കട്ടായി പോകും. ഇനി നമുക്ക് എയും ബിയും സിയും കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? s = 1 കൊടുക്കാം. s = 1 കൊടുത്താൽ ഇവിടെ എന്ത് സംഭവിക്കുന്നത്? ഇവിടെ 1 - 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -6. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ -6 കിട്ടും. ഈ ടേം നമുക്ക് 0 ആയി പോകും. ഈ ടേം എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ 1 - 3 b into -2 2 3. അപ്പൊ -2 into 3 പ്ലസ് അടുത്ത ടേം എന്തായി പോകും? 0 ആയി. അപ്പൊ നമുക്ക് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് -6 ആണ്. ഇവിടെ b into -6 ആണ്. അപ്പൊ b യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടണേ? b യുടെ വാല്യൂ 1. അപ്പൊ ഫസ്റ്റ് കോൺസ്റ്റന്റ് b = നമുക്ക് എത്ര കിട്ടി? b = 1. ഈ രണ്ടാമത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? s = -2 കൊടുക്കാം. s = -2 കൊടുത്താൽ സംഭവിക്കുക ഇവിടെ 1 ഇവിടെ -7 into -2 14 പ്ലസ് 14 15 വരും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 15 വരും. ഫസ്റ്റ് ടേം 0 ആയി പോകും. സെക്കൻഡ് ടേം 0 ആയി പോകും. തേർഡ് ടേം എന്ത് സംഭവിക്കുന്നു? തേർഡ് ടേം എന്ന് പറഞ്ഞാൽ -2 കൊടുക്കുമ്പോൾ c into -5 -2 -1 എന്ന് പറയുമ്പോൾ -3. അപ്പൊ നമുക്ക് ഇവിടെ 15 ആണ്, ഇവിടെ -15 ആണ്. അപ്പൊ c യുടെ വാല്യൂ എത്ര കിട്ടും? c യുടെ വാല്യൂ -1. രണ്ടാമത്തെ കോൺസ്റ്റന്റ് c യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? -1. c യുടെ വാല്യൂ -1. ഇനി നമുക്ക് അടുത്ത കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് കോൺസ്റ്റന്റ് s = അല്ല ഇവിടെ c യുടെ വാല്യൂ ഇവിടെ -5 into -3 പ്ലസ് 15 ആണ്. അപ്പൊ c യുടെ വാല്യൂ +1 ആണ് അല്ലെ? ഇവിടെ 15 വരും. ഇവിടെ -5 into -3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? +15 ആണ്. ഇവിടെ 15 ആണ്. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ c യുടെ വാല്യൂ +1 ആണ്. b യുടെ വാല്യൂ +1 ആണ്. c യുടെ വാല്യൂ +1. ഇനി അടുത്ത് നമുക്ക് ആരെ കണ്ടുപിടിക്കണം? a കണ്ടുപിടിക്കണം. അതിന് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? നമുക്ക് s = 3 കൊടുക്കാം. s = 3 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുക? 1 - 7 3 21. അപ്പോ 21 എന്ന് പറയുമ്പോൾ -20 വരും ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇവിടെ a into ഇവിടെ 3 - 1 2 3 + 2 5. ഇവിടെ 0 ആയി പോകും. ഇവിടെ 0 ആയി പോകും. അപ്പൊ a യുടെ വാല്യൂ എത്രയാണ്? ഇവിടെ i 2 10. ഇവിടെ -20 20 by -20/10 എന്ന് പറയുമ്പോൾ a യുടെ വാല്യൂ -2. അപ്പൊ a യുടെ വാല്യൂ നമുക്ക് -2 കിട്ടി. c യുടെ വാല്യൂ നമുക്ക് +1 കിട്ടി.
ടിയുടെ വാല്യൂ നമുക്ക് 1 കിട്ടി. അപ്പൊ ഓരോന്നിന്റെ വാല്യൂസ് കിട്ടി. ആ വാല്യൂസ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എയുടെ വാല്യൂ എത്രയാണ്? എയുടെ വാല്യൂ -2. ബിയുടെ വാല്യൂ എത്രയാണ്? ബിയുടെ വാല്യൂ 1. സിയുടെ വാല്യൂ എത്രയാണ്? സിയുടെ വാല്യൂ 1. ഇനി നമുക്ക് അതിന്റെ ഇൻവേഴ്സ് എടുക്കാം. അപ്പൊ നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡില് ഇതിനെ 3 ആയിട്ട് തിരിച്ചു. ഇനി നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ വളരെ എളുപ്പമാണ്. ഇൻവേഴ്സ് എടുക്കാം. Therefore, അടുത്ത സ്റ്റേജിലെ ഇൻവേഴ്സ് എടുക്കാം. -2 into L inverse 1/s-3 plus L inverse 1/s-1 plus L inverse 1/s+2. That is -2 into 1/s-3 യുടെ ഇൻവേഴ്സ് എന്താണ്? e⁻3t പ്ലസ് ഇവിടെ എന്താണ്? 1/s-1 ന്റെ എന്താണ്? e⁻t. 1/s+2 ന്റെ എന്താണ്? e⁻−2t. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റിസൾട്ട് എന്താണ്? L(e⁻at) എന്ന് പറഞ്ഞാൽ 1/s-a ആണ്. L(e⁻−at) എന്ന് പറഞ്ഞാൽ 1/s+a ആണ്. അത് തിരിച്ചു വെക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ടുകളാണിത്. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? -2 into e⁻3t plus e⁻t plus e⁻−2t. അങ്ങനെ ഒന്നാമത്തെ പ്രോബ്ലം നമ്മൾ ചെയ്തു. ഒന്നാമത്തെ പ്രോബ്ലം നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്? തന്നിരിക്കുന്ന ഫംഗ്ഷനെ റിസോൾവ് ഇൻടു പാർഷ്യൽ ഫ്രാക്ഷൻ. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ a/b/c/. ആ എയും ബിയും സിയും നമ്മൾ കണ്ടുപിടിക്കണം. വാല്യൂസ് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ബൈ യൂസിങ് പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂഷൻ. പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഉപയോഗിച്ച ഫോർമുല ഏതാണ്? L(e⁻at 1/s-a). L(e⁻at 1/s-a) ആണെങ്കിൽ L inverse 1/s-a എന്താണ്? e⁻t. L inverse e⁻−a. L(e⁻at 1/s+a) ആണെങ്കിൽ L inverse 1/s+a എന്താണ്? e⁻−a. ആ റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. അങ്ങനെ ഒന്നാമത്തെ പ്രോബ്ലം നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തു കഴിഞ്ഞു. അടുത്ത 2 പ്രോബ്ലംസ് അടുത്ത 2 വീഡിയോയിലായിട്ട് നമ്മൾ ചെയ്യും. ഇപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഓക്കെ.